നിങ്ങളേതോ കല്യാണത്തിനൊക്കെ പോന്നെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങള് പോയില്ലേ? അത് പിന്നെ അവരുടെ കല്യാണം ഇവിടെ ഒന്നും അല്ലടാ, അത് വേറെ ഏതോ സ്ഥലത്താ. അല്ല ബ്രോ, പോകുന്നതിന് കുറച്ചു മുമ്പ് ഇവിടെ കുറച്ച് സാഹസങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഇവിടെ പോയിട്ട് ഏതോ സ്ഥലത്ത് പോയി അവിടുത്തെ ഫുഡൊക്കെ തിന്നില്ലെങ്കിൽ ബ്രോയുടെ പേര് ഇതല്ലാന്നൊക്കെ പറഞ്ഞിട്ടേ. എടാ ഇത് വിടടാ നീ. എന്നാലേ ഞാൻ പോവാണേ, എനിക്ക് പച്ചക്കറി കടയിലൊന്ന് കയറണം. നീ പച്ചക്കറിക്കട എന്ന് തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അതന്നെയാ പറഞ്ഞത്. അല്ല, ഞങ്ങളുടെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. എന്നാ ശരിയടാ, ഞാൻ പോവാ, ബൈ. മോൾക്ക് എന്താ വേണ്ടത് പറഞ്ഞോ. ചേട്ടാ, ഈ കുക്കുംബറിന്റെ മോനുണ്ടോ? കുക്കുംബറിന്റെ മോനോ? കുക്കുംബർ കല്യാണം കഴിച്ച കുട്ടിയായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ. ചേട്ടന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതാ? അല്ല, മോൾക്കിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? ചേട്ടാ, ചേട്ടാ ഒന്ന് പറ. എനിക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമല്ല. അപ്പോ ചേട്ടന്റെ ഭാര്യയോ അമ്മയോ രാവിലെ അടുക്കളയിൽ നിന്നിട്ട് ചേട്ടനോട് ചോദിക്കാ, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന്. അപ്പൊ ചേട്ടൻ എന്ത് പറയും? ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് ചേട്ടനോട് പറയാനുള്ളത്. ഇങ്ങോട്ട് ഉണ്ടാക്കല്ലേ. ബ്ലിങ്കസ്യ. ഞാൻ ചേട്ടൻ അങ്ങോട്ട് ലിസ്റ്റ് പറഞ്ഞു തരട്ടെ. ആ, പറഞ്ഞു തുടങ്ങിക്കോ. എനിക്ക് കുക്കുംബറിന്റെ മോനെ വേണം, മുളകിന്റെ അച്ഛനെ വേണം, തണ്ണിമത്തന്റെ അനിയനെ വേണം, കരിവേപ്പിലേന്റെ അനിയത്തിയെ വേണം, സവാളയുടെ കുഞ്ഞിനെ വേണം, സവാളയുടെ കുഞ്ഞിന് വെള്ള ഉടുപ്പിട്ടത് വേണം, കപ്പയ്ക്ക് തടിച്ചത് വേണം, പീച്ചിങ്ങക്ക് കുരുപൊട്ടിയത് വേണം, തണ്ണിമത്തന്റെ അനിയന് വൈറ്റ് വാഷ് അടിച്ചത് വേണം, പിന്നെ പഴത്തിന്റെ ട്വിൻ ബ്രദർ. ഇത്രയും മതി. മോളെ, നീ കടയുടെ ബോർഡ് ഒന്ന് വായിച്ചേ. സുരേഷ് പച്ചക്കറി കട ആണല്ലോ. ഇല്ലാതെ കാണാതെ പോയ കുടുംബാംഗങ്ങളെ തിരിച്ചേൽപ്പിക്കുന്ന സെന്റർ ഒന്നല്ലല്ലോ കുഞ്ഞമ്മയും അച്ഛനും അനിയനെയും ചേട്ടനെയൊക്കെ വന്ന് ചോദിക്കാൻ. മോൾ ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചതാ, ചേട്ടൻ എടുത്തു തരാം. ഫോട്ടോയില് ഇപ്പൊ കാണിച്ചു തരാം. ഫോട്ടോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഇതാണോ മോള് പറഞ്ഞ കുക്കുംബറിന്റെ മോൻ? അതേലോ, ഇത് തന്നെയാ കുക്കുംബറിന്റെ മോൻ. അല്ല, അപ്പൊ കുക്കുംബറിന്റെ ഭാര്യ എവിടെ പോയി? ഡിവോഴ്സ് ചെയ്ത് പോയാ? ദേ ചേട്ടാ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. എന്റെ പൊന്നോ, ഞാനൊന്നും ചോദിക്കുന്നില്ലേ. എന്റെ പൊന്നു മോളെ, ഇത് കുക്കുംബറിന്റെ മോനൊന്നുമല്ല, ഇതിനാണ് കോവയ്ക്ക എന്ന് പറയാ. ഇത് മുളകിന്റെ അച്ഛനൊന്നുമല്ല മോളെ, ഇതിനാണ് ബജ്ജി മുളക് എന്ന് പറയാ. ഇത് മല്ലിയില, ഇത് ചെറിയുള്ളി, ഇത് വെളുത്തുള്ളി, ഇത് മധുരക്കിഴങ്ങ്, ഇത് പാവയ്ക്ക, ഇത് കുമ്പളം, ഇത് കാഴ. മോൾക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ? ചേട്ടൻ അങ്ങനെയൊന്നും പറയരുത്. ഇതിനെപ്പറ്റി എന്റെ വീട്ടിൽ ഏറ്റവും നല്ല ധാരണയുള്ളത് എനിക്കാ. അയ്യോ, പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പൊ എല്ലാം കണ്ടു. ചേട്ടൻ അതൊക്കെ വീട്. ഇപ്പൊ എത്ര രൂപയായി മൊത്തത്തിൽ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് നേരത്തെ പൈസ തരാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് മൊത്തത്തിൽ ഇപ്പൊ 900 രൂപയായി. 900 രൂപയോ? ഇതെന്താ വെള്ളരിക്ക പറ്റണോ? 1000 രൂപ അങ്ങോട്ട് തരും, വേണമെങ്കിൽ അതങ്ങോട്ട് വെച്ചോ. ഇത് പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ? എന്തായാലും എനിക്ക് ലാഭല്ലേ, വാങ്ങിച്ചേക്കാം. ഓ ശരി മോളെ, 1000 മോള് പറഞ്ഞോണ്ട് മാത്രം 1000 ആക്കിയത്, ബാക്കി എല്ലാരും 900 തന്നത്. ആ, അന്ത ഭയം എടുക്കണോ? തീർത്തേ, നീ ഇന്നലെ പച്ചക്കറിക്കടയിൽ പോയിട്ട് എന്തായി? പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോ? പിന്നല്ല, നമ്മളോടാ കളി. ഞാൻ നല്ല ബാർഗെയിൻ ഒക്കെ ചെയ്തിട്ട് കുറഞ്ഞ വിലക്കാണ് പച്ചക്കറി വാങ്ങിച്ചിട്ടുള്ളത്. ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആണെന്നേ, അങ്ങനെ 900 രൂപയാ പച്ചക്കറിയുടെ സാധനങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ പിന്നെ വെട്ടിക്കുറച്ച് 1000 രൂപയെ കൊടുത്തുള്ളൂ. എങ്ങനെയുണ്ട്? കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിന്നെങ്കിലും വിളിക്കായിരുന്നു. ആ പച്ചക്കറിക്കടക്കാരന് നീ കാരണം ഒരു 100 രൂപ ലാഭമായല്ലോ. എടാ, നിങ്ങൾ അതൊക്കെ വിട്, അതൊക്കെ ഇവിടെ കിടക്കട്ടെ. നമ്മളുടെ അസോസിയേഷൻ നമ്മളൊരു പാട്ട് പാടണ്ടേ? നമ്മൾ ഏത് പാട്ട് പാടും? നമ്മൾ ആരെ കൊണ്ട് പാടിക്കും? അതിനല്ലേ നമ്മുടെ ആരാധ്യ ഇവിടെ ഉള്ളത്. അവൾക്ക് നന്നായിട്ട് പാടാറിയല്ലോ, അവള് പാടട്ടെ. ഇല്ല ഇല്ല, എനക്ക് പാട്ടൊന്നുമേ ശരിയല്ല. പാട്ടല്ലേ തെരിയാത്തതുള്ളൂ, പാട്ട് പാടാൻ തരുമല്ലോ. അപ്പൊ നീ തന്നെ പാടും. ഒരു പാട്ട് പാടിക്കേ. നിജമാ ഇത് വേണമാ? നിജവും വജവും ഒന്നും ഇല്ല, എന്നിട്ട് പാടിക്കേ നീ. വിഴിപ്പൂ തൊട്ട്